നമ്മൾ മുമ്പത്തെ വീഡിയോകളിൽ നമുക്കുണ്ടാകുന്ന ട്രോമാറ്റിക് ഇവന്റിനെ കുറിച്ചുള്ള മെമ്മറികൾ നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെയും ഈ ട്രോമാറ്റിക് മെമ്മറീസും കാര്യങ്ങളും അതിൻ്റെ ഫ്ലാഷ് ബാക്സ് ഒക്കെ വളരെ നെഗറ്റീവ്ലി ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ അല്ലെങ്കിൽ നമ്മളെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെ നേരിടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ഓടി ഒളിച്ച് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ മുതലായവയൊക്കെ. സോ സ്ട്രെസ്സിൻ്റെ സമയത്ത് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ വളരെയധികം നമ്മുടെ ശരീരത്തിൽ കൂടും. അതുപോലെ തന്നെ വേറൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്നത്. സ്ട്രെസ്സിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള ഹോർമോണുകൾ വളരെയധികം ഉയർന്ന ലെവലിൽ നമ്മുടെ ശരീരത്തിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതേസമയത്ത് ഈ PTSD അല്ലെങ്കിൽ ട്രോമാറ്റിക് പ്രോബ്ലം അനുഭവിക്കാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇവൻസോ മറ്റോ കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ ചെറുതായിട്ടുള്ളൊരു സ്പൈക്കാണ് ഉണ്ടാവുക. അത് പെട്ടെന്ന് തന്നെ നോർമൽ ബേസ് ലൈനിലോട്ട് റിട്ടേൺ ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ട്രാമ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ഇവൻ്റ് ചുറ്റുപാട് ഉണ്ടാവുകയാണ്, അത് അവരുടെ ട്രോമയായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഇവൻ്റ് ആണെങ്കിൽ അവരുടെ ഈ സ്ട്രെസ് ഹോർമോൺ ലെവല് വളരെ കൂടിയ അളവിൽ കൂടുകയാണ് ചെയ്യുന്നത്. ആ കൂടിയ അളവിൽ നിന്നും പിന്നീട് അത് പെട്ടെന്ന് തന്നെ ബേസ് ലൈൻ അളവിലോട്ട് എത്തുന്നില്ല. അത് കുറേ നേരം ഇങ്ങനെ സ്പൈക്ക്ഡ് അപ്പ് ആയിട്ട് കൂടിയ അളവിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവര് വളരെ അപകടത്തിലാണ്, വളരെ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവരുടെ ബോഡി വായിച്ചെടുക്കുന്നത്. ഒരു ശരീരം അങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം ഒരു പാനിക് അല്ലെങ്കിൽ വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ടാണ് പോകുന്നത്. ഇത് വളരെ ഒരു അനാരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഇത്രത്തോളം നേരം ഒരു സ്ട്രെസ്ഫുൾ അവസ്ഥയിൽ ഒരാൾ തുടരുകയാണ്. ഈ ട്രോമാറ്റിക് മെമ്മറികൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് ഇങ്ങനെ ട്രോമാറ്റിക് ആ മെമ്മറികളുടെ ഭാഗമായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ ബോഡി തുടരുകയാണ്. സ്ട്രെസ് ഹോർമോൺസ് കൂടിയ അളവിൽ ശരീരത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഹെൽത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വീക്കറായിട്ടുള്ള ഓർഗൻ സിസ്റ്റമോ അല്ലെങ്കിൽ ഏത് ഭാഗമാണ് ഉള്ളതെങ്കിൽ അതിനെ വളരെ ഹാനികരമായിട്ട് ഇത്തരത്തിലുള്ള ഈ ട്രോമയുടെ വിളിച്ചോതുന്ന തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത്രത്തോളം ഉയർന്ന രീതിയിലുള്ള നമ്മളുടെ സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ഓർമ്മശക്തി, നമ്മളുടെ ശ്രദ്ധ, ഉറക്കം മുതലായവയൊക്കെ വളരെ നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഇങ്ങനെ കൂടുതൽ നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മളെ വളരെ ഹാനികരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ട്രോമ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ ലെവലൊക്കെയും ആ പെട്ടെന്ന് തന്നെ സ്പൈക്കപ്പ് ആയ നിങ്ങളെ വളരെ ട്രബിൾഡ് ആക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനെ മാനേജ് ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്.